ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഏവർക്കും ഫൂട്ടയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വേൾഡ് കപ്പിനേക്കാൾ വലുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? നെയ്മറിനുണ്ട്. അടുത്ത വർഷം 2026 വേൾഡ് കപ്പാണ്. ഇനി വേൾഡ് കപ്പിന് ഒരു 6-7 മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ നെയ്മറിനൊരു പരിക്ക് പറ്റുന്നു. ഇനിയുള്ള മത്സരങ്ങൾ, ഈ വർഷം നടക്കുന്ന ഇനിയുള്ള മത്സരങ്ങൾ നെയ്മർ കളിക്കത്തില്ല എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നു. തൊട്ടടുത്ത ദിവസം നടക്കുന്ന ട്രെയിനിങ്ങിന് നെയ്മർ പങ്കെടുക്കുന്നു. അതും ഫുള്ളായിട്ട് ആ ഒരു ട്രെയിനിങ് അദ്ദേഹം ചെയ്യുകയും ചെയ്യുന്നു. കാരണം എന്തായിരിക്കും? ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ഒന്നേ ഉള്ളൂ, തന്നെ വളർത്തി വലുതാക്കിയ തൻ്റെ ക്ലബ്ബ്. സാന്തോസ് എന്ന ക്ലബ്ബ് ബ്രസീലിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്ലബ്ബാണ്. പെലെ മുതൽ നെയ്മർ വരെയുള്ള സകലമാന വമ്പൻ താരങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ള ഒരു ബ്രസീലിയൻ ക്ലബ്ബാണ് സാന്തോസ്. നിലവിലെ ക്ലബിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. നിലവിൽ 35 മത്സരങ്ങൾ കളിച്ച ക്ലബ്ബ് 17ാം സ്ഥാനത്താണുള്ളത്. റിലഗേഷൻ സോണിലാണുള്ളത്. റിലഗേഷൻ സോൺ എന്ന് പറയുന്നത് 20ാം സ്ഥാനം മുതൽ 17ാം സ്ഥാനം വരെയുള്ള 4 ടീമുകൾ. എല്ലാ സീസൺ അവസാനത്തും ആ ഒരു 4 സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യുന്ന ടീമുകൾ ബ്രസീലിയൻ ടോപ്പ് ഡിവിഷൻ ലീഗിൽ നിന്ന് റിലഗേറ്റ് ആകും. അപ്പോൾ ഇത്രയും ഹിസ്റ്ററിയുള്ള തൻ്റെ ക്ലബ്ബ് നിലവിലുള്ളത് 17ാം സ്ഥാനത്താണ്. ഇനിയുള്ള 3 മത്സരങ്ങൾ വിജയിക്കാനായി കഴിഞ്ഞാൽ നെയ്മറിന് അദ്ദേഹത്തിൻ്റെ ക്ലബിനെ റെലഗേഷൻ എന്ന നാണക്കേടിൽ നിന്ന് രക്ഷിക്കാനാകും. തന്നെ വളർത്തി വലുതാക്കിയ തൻ്റെ ക്ലബിന് വേണ്ടിയാണ് നെയ്മർ തൻ്റെ പരിക്ക് മാറ്റി വെച്ചിട്ട് കളത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഹൈ റിസ്ക് ആണ്. അറിയാലോ, 7 മാസങ്ങൾക്കപ്പുറം വേൾഡ് കപ്പാണ്. നെയ്മറെ സംബന്ധിച്ച് ബ്രസീലിൻ്റെ ടോപ്പ് ഗോൾ സ്കോററാണ്, ടോപ്പ് അസിസ്റ്റ് ആണ്. നെയ്മർ ഇല്ലാത്ത ബ്രസീൽ കാറ്റില്ലാത്ത ബലൂണ് പോലെയാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ ബ്രസീലിന്റെ എക്കാലത്തെയും ഏറ്റവും മികച്ച 5 കളിക്കാരിൽ നെയ്മർ ഉൾപ്പെടുത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടുത്തും. എന്നാൽ ബ്രസീലിയൻ ആരാധകർ അങ്ങനെയല്ല. ബ്രസീലുകാർ ഉൾപ്പെടുത്തുന്നില്ല നെയ്മറെ. പല മാധ്യമങ്ങളുടെയും പല റിപ്പോർട്ടുകളും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബ്രസീലിലെ ഏറ്റവും മികച്ച 5 കളിക്കാർ, അവരുടെ ഹിസ്റ്ററിയിലെ ഏറ്റവും മികച്ച 5 കളിക്കാരിൽ നെയ്മറിനെ ഉൾപ്പെടുത്തുന്നില്ല. ലോകത്തെ ഏറ്റവും മികച്ച 10 കളിക്കാരിൽ നെയ്മർ കാണുമോ? ഇല്ല. 20 പേരിൽ കാണുമോ? ഇല്ല. 30 പേരിൽ കാണുമോ? ഇല്ല. അതൊന്നും ഒരു വിഷയമേ അല്ല. പക്ഷെ തൻ്റെ രാജ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച താരം, ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകിയ താരം, എന്നാൽ അദ്ദേഹത്തിന്റെ രാജ്യത്തിലെ ഏറ്റവും മികച്ച 5 കളിക്കാരിൽ ഒരാളാകാൻ പോലും കഴിഞ്ഞിട്ടില്ല. കാരണം ആ വേൾഡ് കപ്പ് ഇല്ലായ്മയാണ്. 5 വേൾഡ് കപ്പ് നേടിയ വലിയ ചരിത്രമുള്ള ഒരു രാജ്യത്താണ് നെയ്മർ ജനിച്ചിട്ടുള്ളത്. മെസ്സിയെ പോലെ, അതുപോലെ തന്നെ റൊണാൾഡോയെ പോലെ വലിയ ടാലന്റ് ഉള്ള ഒരു താരമായിരുന്നു നെയ്മർ. എന്നാൽ പരിക്കുകൾ കാരണം ആ ഒരു ലെവലിലേക്ക് എത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ റൊണാൾഡോയെ സംബന്ധിച്ച് വേൾഡ് കപ്പ് നേടിയിട്ടില്ലെങ്കിൽ പോലും ലോകത്തെ ഏറ്റവും മികച്ച 5 കളിക്കാരിൽ, ഫുട്ബോൾ ഹിസ്റ്ററിയിലെ ഏറ്റവും മികച്ച 5 കളിക്കാരിൽ റൊണാൾഡോ കാണും. അദ്ദേഹം 5 ബാലൺ ഡോർ നേടിയിട്ടുണ്ട്, 4 ഗോൾഡൻ ബൂട്ട് നേടിയിട്ടുണ്ട്, അതുപോലെ തന്നെ 5 UCL നേടിയിട്ടുണ്ട്. എന്നാൽ നെയ്മറിനെ സംബന്ധിച്ച് ഗോൾഡൻ ബൂട്ടോ, ബാലൺ ഡിയോറോ, പ്ലേ മേക്കർ അവാർഡോ അങ്ങനെ വലിയ ഇൻഡിവിജ്വൽ അവാർഡുകളൊന്നുമില്ല. അതുമാത്രമല്ല, ടീം ട്രോഫികളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരേ ഒരു UCL മാത്രമാണ് നെയ്മർ നേടിയിട്ടുമുള്ളത്. അങ്ങനെ വലിയ നേട്ടങ്ങളൊന്നും നെയ്മറിന് നേടാൻ കഴിഞ്ഞിട്ടില്ല. ബ്രസീലിന്റെ ടോപ്പ് ഗോൾ സ്കോറർ, ടോപ്പ് അസിസ്റ്റ്, ഇതിലും വലിയൊരു നേട്ടം അദ്ദേഹത്തിന് നേടേണ്ടതില്ല യഥാർത്ഥത്തിൽ. എന്നാൽ അദ്ദേഹത്തിന് വേണ്ടത് ആ ഒരു വേൾഡ് കപ്പാണ്. വേൾഡ് കപ്പ് നെയ്മർ നേടിക്കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും മികച്ച 10 കളിക്കാരിൽ ഒരാളാകത്തില്ല നെയ്മർ. ലോകത്തെ ഏറ്റവും മികച്ച, ഹിസ്റ്ററിയിലെ ഏറ്റവും മികച്ച 20 കളിക്കാരിൽ ഒരാളാകുമോ? ഇല്ല. എന്നാൽ ബ്രസീലിലെ ഏറ്റവും മികച്ച 5 കളിക്കാരിൽ ഒരാളായി മാറും. ബ്രസീലിയൻ മാധ്യമങ്ങൾ, അത് മാത്രമല്ല ബ്രസീലിയൻ ഫാൻസിന്റെ ആ ഒരു അഭിപ്രായം, ഇതൊക്കെ ഞാൻ പല മാധ്യമങ്ങളിൽ നിന്ന് എടുത്തു നോക്കി. അതിൽ ടോപ്പ് 5 നെയ്മറെ ഉൾപ്പെടുത്തുന്നില്ല എന്നത് എനിക്ക് സത്യം പറഞ്ഞ സങ്കടം തോന്നി. കാരണം ടോപ്പ് ഗോൾ സ്കോറർ, ടോപ്പ് അസിസ്റ്റ് നൽകിയിട്ട് പോലും അദ്ദേഹത്തെ അവരുടെ രാജ്യത്തെ ഏറ്റവും മികച്ച 5 കളിക്കാരിലാണ്, ആദ്യത്തെ കളിക്കാരനല്ല, 5 കളിക്കാരിൽ പോലും അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നില്ല എന്നത് വളരെ വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ആ രാജ്യത്തിന് വേണ്ടി അദ്ദേഹം എല്ലാ മത്സരങ്ങളിലും 100% എഫേർട്ട് ഇട്ട് കളിച്ചിട്ടുണ്ട്. 2022 വേൾഡ് കപ്പ് ഫൈനൽ കണ്ട ആളാണ് ഞാൻ. അതുമാത്രമല്ല, അതിന് മുമ്പ് നടന്നിട്ടുള്ള കോപ്പ അമേരിക്കയുടെ ഫൈനൽ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. ഈ 2 മത്സരങ്ങളിലും എംബാപ്പയുടെ ഹാട്രിക്കിനെ കുറിച്ച് എല്ലാവരും സംസാരിക്കാറുണ്ട്. എന്നാൽ എംബാപ്പ നടത്തിയ ആ ഒരു പ്രകടനം ഉണ്ടല്ലോ, ഹാട്രിക് പ്രകടനം, അതിനേക്കാൾ മികച്ച പ്രകടനമായിരുന്നു നെയ്മർ കോപ്പയുടെ ഫൈനലിൽ നടത്തിയിട്ടുള്ളത്. കോപ്പയുടെ ഫൈനൽ കഴിയുന്ന സമയത്ത് ഒരു അർജന്റീനിയൻ താരങ്ങളായാലും ശരി, അർജന്റീനിയൻ കോച്ചായാലും ശരി, കോച്ച് ഒരു തവണ പറഞ്ഞിട്ടുണ്ട് നെയ്മർ തൻ്റെ രാജ്യത്ത് ജനിച്ചിരുന്നെങ്കിൽ എന്ന് താൻ ആഗ്രഹിച്ചിട്ടുണ്ട്.
കാരണം അത്രത്തോളം മികച്ച പ്രകടനമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. കഴിഞ്ഞ വേൾഡ് കപ്പ് എടുത്ത് കഴിഞ്ഞാലും കഴിഞ്ഞ വേൾഡ് കപ്പിൽ ആ ഒരു ക്രൊയേഷ്യയോട് ബ്രസീൽ തോറ്റ് പുറത്താകുന്ന സാഹചര്യത്തിൽ ക്രൊയേഷ്യക്ക് എതിരെ നെയ്മർ ഒരു ഗോൾ സ്കോർ ചെയ്തിരുന്നു. ആ ഗോൾ നോക്കിയാൽ മതി, ബ്രസീൽ എന്ന ടീമിന് മൊത്തത്തിൽ ഗോൾ അടിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് ബോൾ എടുത്തു കൊണ്ടുപോയി ഗോളാക്കി. ഇങ്ങനെയുള്ള നെയ്മറിന് അടുത്ത വേൾഡ് കപ്പ് കളിക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. കാരണം അത്രയും ആ ഒരു അപകട സാധ്യത ഉള്ള ഒരു പരിക്കാണ് അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ളത്. എന്നാൽ ആ പരിക്കും വെച്ചിട്ട് അദ്ദേഹം കളത്തിലേക്ക് ഇറങ്ങുന്നു. കാരണം ഒന്നേ ഉള്ളൂ, തന്നെ വളർത്തി വലുതാക്കിയ തൻ്റെ ക്ലബ്ബ്. ആ ഒരു ക്ലബ്ബ് ആ ക്ലബിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു നാണക്കേടിലേക്ക് പോകാൻ പാടില്ല എന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ആഗ്രഹത്തിന് പുറത്താണ് അദ്ദേഹം ഇപ്പോൾ ഈ ഒരു ഇത്രയും വലിയൊരു ഇഞ്ചുറി വെച്ചിട്ട് പോലും ട്രെയിനിങ്ങിന് ഇറങ്ങിയിട്ടുള്ളത്. അടുത്ത മത്സരങ്ങൾ അദ്ദേഹം കളിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നെയ്മർ ഉണ്ടെങ്കിൽ സാന്റോസിന് ഏത് ടീമിനെയും തോൽപ്പിക്കാൻ കഴിയും. ലീഗിൽ 2ാം സ്ഥാനത്തുണ്ടായിരുന്ന സാന്റോസിനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ 1ാം സ്ഥാനത്തേക്ക് വരാൻ കഴിയുന്ന ടീമിനെ വരെ സാന്റോസ് തോൽപ്പിച്ചിട്ടുണ്ട് ഈ ഒരു സീസണിൽ നെയ്മർ ഉള്ളപ്പോൾ. അതുകൊണ്ട് തന്നെ ഇനിയുള്ള 2 മത്സരങ്ങൾ റിലേഗേഷൻ സോണിൽ നിൽക്കുന്ന 2 ടീമുകൾക്കെതിരെയാണ്. പിന്നൊരു മാച്ച് നിലവിൽ 3ാം സ്ഥാനത്തുള്ള ടീമിനെതിരെയാണ്. അതുകൊണ്ട് തന്നെ ഈ 3 മാച്ചും ജയിക്കാൻ നെയ്മർ ഉണ്ടെങ്കിൽ സാന്റോസിന് കഴിയുമെന്നത് നെയ്മറിന് വളരെ വ്യക്തമായിട്ട് അറിയാം. നെയ്മർ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ട്രെയിനിങ്ങിന് ഇറങ്ങിയിട്ടുള്ളത്. നമ്മൾ പലരും നെയ്മറിനെ കളിയാക്കാറുണ്ട്, നെയ്മറിന് എപ്പോഴും ഇഞ്ചുറി പറ്റുന്നതുകൊണ്ട്. പക്ഷേ നമ്മൾ നെയ്മറിന്റെ കളി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതുള്ളൂ, അദ്ദേഹത്തിന് ഇഞ്ചുറി പറ്റുകയല്ല, ഫൗൾ ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് ഇഞ്ചുറി ആകുന്നത്. പല സാഹചര്യങ്ങളിലും അദ്ദേഹത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടുന്നത് ഫൗൾ കാരണമാണ്. ആ ഒരു എതിർത്താരങ്ങളുടെ ടച്ച് കാരണമാണ് ഇഞ്ചുറി സംഭവിക്കുന്നു, കളിക്കാൻ കഴിയുന്നില്ല. പക്ഷെ കളിക്കുമ്പോഴും ഇഞ്ചുറി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഒരേ പെർഫോമൻസാണ് താരം നടത്തുന്നത്. ലോകത്ത് ഒരേ ഒരു താരമേ ഉള്ളൂ ഇങ്ങനെ. അതായത് സാധാരണ എല്ലാ ആരാധകർക്കും ഒരു പേടി കാണും, തൻ്റെ ഫേവററ്റ് താരം ഒരു പരിക്ക് പറ്റിയിട്ട്, ഒരു വലിയ പരിക്ക് പറ്റിയിട്ട് തിരിച്ചു വരുമ്പോൾ ആ ഒരു പഴയ ഫോമിൽ കളിക്കത്തില്ലയോ എന്നൊരു പേടി. കുറേ താരങ്ങളുടെ സാഹചര്യങ്ങൾ, കുറേ താരങ്ങളുടെ അവസ്ഥ, ഇതേ സെയിം അവസ്ഥ വന്നിട്ടുണ്ട് കുറേ താരങ്ങൾക്ക്. ഇതൻ ഹസാർഡൊക്കെ ഇതിനൊരു വലിയ ഉദാഹരണമാണ്. അങ്ങനെ ഇരിക്കെ നെയ്മർ, ഞാൻ പരിക്കിന് മുമ്പ് എന്തായിരുന്നോ പരിക്കിന് ശേഷം അതായിരിക്കും. ആ ഒരു ടോപ്പ് പെർഫോമൻസ് നെയ്മർ നടത്തും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബിലോ. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുട്ബോൾ.